ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലെ ആ മണ്ണുത്തി ഡോൺ ബോസ്കോ, അതായത് ആ NH ഉണ്ടല്ലോ, ആ NH നിന്ന് ഒരു 3 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറിയിട്ടാണ്. അതായത് ബസ് റൂട്ടിൽ നിന്ന് വെറും നമുക്ക് കാണാം അത്ര അടുത്ത് തന്നെയാണ്. ഒരു 50 മീറ്റർ 100 മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് അത്ര അടുത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4,800 സെൻറ്റ് സ്ഥലത്ത് 1,150 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ട വീതി കൂടിയ ടാറിംഗ് റോഡാണ്. രണ്ട് സൈഡിലും ഒരു വണ്ടി കിടക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു മറ്റൊരു വാഹനത്തിന് പോകാനുള്ള സ്പേസ് ഉള്ള ഒരു റോഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലോണം, അതായത് ധാരാളം പുതിയ വീടുകളുള്ള ഒരു വില്ല തന്നെയാണിത്. എല്ലാ വീടുകളിലും ഓൾറെഡി ഇപ്പോൾ ഇനി ഈ 2 വീടുകൾ മാത്രം, അതായത് ഈ കാണുന്ന ഈ വീട്, ഇത് 3 ബെഡ്റൂമിൻ്റെ പുതിയ വീട് തന്നെയാണ്. ഇതും ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ കാണുന്ന വീടും മാത്രമാണ് ഇവിടെ ഓൾറെഡി കൊടുക്കാനായിട്ടുള്ളത്. അതായത് ഈ വില്ലയിൽ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള 2 വീടുകൾ. ഈ വീടിൻ്റെ കാർ പോർച്ചായിട്ട് വരുന്നത് ഈ ഇപ്പുറത്തെ ഒരു സൈഡിലാണ്. നമുക്ക് കാണാം ഇതപ്പുറത്തെ വർക്ക് നടക്കുന്ന ആളുകളുടെ വാഹനമാണ് നമ്മളവിടെ കയറ്റിയിട്ടുള്ള പുതിയ വീട് തന്നെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ടൈല് വിരിക്കും. പോർച്ച് ടൈലേ ഫുള്ളായിട്ട് വിരിച്ച് ഒരു സ്ലൈഡിങ് ആയിട്ടാണ് ഈ സൈഡിൽ വയ്ക്കുക. നമുക്കൊരു ഇന്നോവ പോലുള്ള വാഹനമുള്ള കയറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ ചുറ്റും നമുക്ക് പോർച്ച് ടൈലെല്ലാം വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വിരിച്ച് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ഇതിൻ്റെ എൻട്രൻസ് 2 സൈഡിലേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് വീടിന്. ഇത് ചുറ്റും മതിലൊക്കെ കെട്ടി തരും. അതുപോലെ വെള്ളത്തിന് ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ ഏതൊരു പ്രളയകാലത്തും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. അതുപോലെ ഈ വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു ചെറിയൊരു ആളുകൾക്ക് ഇറങ്ങാനുള്ളൊരു വിക്കറ്റ് ഗേറ്റും വയ്ക്കും, ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടേ. അതുപോലെ ഈ ഭാഗം ഫുള്ളും ടൈലും വിരിച്ചു തരുന്നതാണ്. നല്ലൊരു എലിവേഷനോട് കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ടെസ്റ്റർ വർക്കുകളും വാം ലൈറ്റുകളും നല്ലൊരു മനോഹരമായ ഒരു എലിവേഷനോട് കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീതി കൂടിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറ്, തേക്ക് വുഡിലാണ് ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ കയറി വരുന്ന ലിവിംഗ് ഹാളാണിത്. ഇതെല്ലാം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ 2 സൈഡിലും വിൻഡോസുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ, ഹോൾ സീലിംഗ് വർക്കുകൾ, വാം ലൈറ്റുകൾ, കളർ പെയിൻറ്റിങ് എല്ലാം മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ലൊരു TV യൂണിറ്റും ഇവിടെ ലിവിംഗ് ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ ലിവിംഗ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലിവിംഗ് ഹാളിൽ നിന്ന് നമുക്ക് കാണാം ഒരു ആർച്ചോട് കൂടി നല്ല കളർ പെയിൻറ്റിങ് വാംലൈറ്റോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം കേട്ടോ, നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് എത്ര പേർക്കും ഒരു 8-10 പേർക്കൊക്കെ ഇരിക്കാനും ചെയറിട്ടിരിക്കാവുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ആ ചുമരിൽ നമുക്ക് കാണാം ടെസ്റ്റ് വർക്കുകൾ. അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കളർ ഈ ടെസ്റ്റ് വർക്കിൻ്റെ ചേഞ്ച് ചെയ്യാം. ഈ വാഷ് ഏരിയ ഒരു മിറർ വരും തന്നെ. ഇതിൽ ഒരു LED ബൾബും ഒരു ഫാൻസി ബൾബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ധാരാളം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർ പെയിൻറ്റിങ്ങും ആംലൈറ്റോടും കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഏരിയ തന്നെയാണിത്. ഒരു ക്രോക്കറി യൂണിറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ സ്പേഷ്യസ് ഉള്ള ഒരു നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതുപോലെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം ഒരു സൈഡിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേ യൂണിഫോം മാച്ചിങ്ങിൽ തന്നെ തന്നെയാണ് ടൈല്, ഫ്ലോർ ടൈല് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സിൽ കൂടി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ഒരു കബോർഡ് വർക്ക് UV ഷീറ്റിലാണ്. നല്ലൊരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഷീറ്റാണിത്. നല്ല ഗ്യാരണ്ടിയുള്ള അത് മറ്റൊരു ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം.
വാഷ് ഏരിയയോട് കൂടി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല തരം കമ്പനിയുടെ ഗ്യാരണ്ടി കൂടിയ ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഫ്ലോർ ടൈലായി കൊടുത്തത്. അപ്പോക്സിൽ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10x12 ഇവിടെ സൈസ് കൊടുത്തിട്ടുള്ളത്. അലമാരി വർക്കും ഇവിടെ ഒരു ഡ്രസ് യൂണിറ്റ് കാണാം. നമുക്കൊരു മിററോട് കൂടിയിട്ട് ഒരു ഷെൽഫാക്കി ആയിട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ട് മുകൾ വശത്തായിട്ട് വാംലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, സെപ്പറേറ്റ് വാൾ ടൈല തന്നെയാണ്. അതും വീതി കൂടിയ ടൈല് തന്നെയാണ് ചുമലൊക്കെ കൊടുത്തിട്ടുള്ളത്. എല്ലാം വ്യത്യസ്തമായ കളർ ചേഞ്ചോട് കൂടിയിട്ട്. അതുപോലെ വാഷ് ഏരിയയും ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ഇതേ ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് 3 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമിലും വ്യത്യസ്ത തരമായിട്ടുള്ള കളറോട് കൂടിയാണ് അലമാരി വർക്ക് കൊടുത്തിരിക്കുന്നത്. ധാരാളം ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ. ഹാഫ് ഗ്ലാസ് ഡോറോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഒരു സെപ്പറേറ്റ് ഫ്ലോർ ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, താഴെയും മുകൾ വശത്തുമായിട്ട്. അതുപോലെ ചുമരിൻ്റെ ഈ സൈഡുകളെല്ലാം ടൈൽസ് വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തും കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ ചിമ്മിനിക്കുള്ള സ്പേസ് ഒക്കെ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോബും ചിമ്മിനിക്ക് വെക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണോട് ഒപ്പം ചേർന്നിട്ട് തന്നെ ഒരു ഓപ്പൺ ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഒരു സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ അറ്റത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട്. അതുപോലെ ഈ സൈഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് വർക്ക് ഏരിയയിൽ നിന്ന്. ഇവിടെ എല്ലാം ടൈല് പാകണമെങ്കിൽ നമുക്ക് പാകി തരും. ഇതൊക്കെ ഉണ്ടാവും. ഓപ്പൺ പുറമെയാണ് നമ്മൾ സ്റ്റയർ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഓൾറെഡി അകത്തുള്ള കാരണം സ്റ്റയർ പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള വ്യൂസാണ് കാണുന്നത്. വർക്ക് നടക്കുന്നതും തറപണി കഴിഞ്ഞിട്ടുള്ളതും പണി പൂർത്തീകരിച്ച വീടുകളൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാം. 4,800 സെൻറ്റ് സ്ഥലത്ത് 1,100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 41 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അമ്പലം, പള്ളി, മസ്ജിദ് എല്ലാം മസ്ജിദ് മാത്രം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രം വരും. അമ്പലം, പള്ളിയൊക്കെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമായിട്ടാണ് ഇവിടെ നിന്ന് ദൂരമായിട്ടുള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരവും NH ഡോൺ ബോസ്കോ സ്കൂളിൽ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്ത ഒരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.